പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ക്ലാഷ് ഇൻ ഇറ്റലി 2026 എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രഡിക്ഷൻ ആണ്. അപ്പോൾ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ സമയത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഞായറാഴ്ച മെയ് 31 ഈ ഒരു ആഴ്ചയാണ് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് നടക്കുന്നത്. മെയ് 31 രാത്രി 11:30 മുതലാണ് നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ഷോ ലൈവ് കാണാൻ സാധിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ കാണാൻ എങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഷോ ലൈവ് കാണാൻ സാധിക്കുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ലഭ്യമാകുന്നതാണ്. നിങ്ങൾ മാക്സിമം ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇനി 5 മത്സരങ്ങളാണ് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ 4 ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന മത്സരം, ഒന്ന് ഒരു 1-on-1 സ്റ്റൈലിലുള്ള ഒരു മത്സരമാണ്. ഗംഭീരമായിട്ടുള്ള ഒരു മാച്ചസ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെയും ക്ലാഷ് ഇൻ ഇറ്റലിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മാച്ച് കാർഡ് പ്രഡിക്ഷനിലേക്ക് കടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് സോൾ റൂക്ക എന്ന് പറയുന്ന റസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ബെക്കി ലഞ്ച് വേഴ്സസ് സോൾ റൂക്ക തമ്മിലുള്ള മത്സരം ഈ ഞായറാഴ്ച നടന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോയിൽ നമുക്ക് കാണാൻ സാധിച്ചതാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബെക്കി ലഞ്ച് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ പരാജയപ്പെടുന്നു. അതിലൂടെ സോൾ റൂക്ക എന്ന് പറയുന്ന റസ്ലറിന് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വിജയമാണെങ്കിൽ പോലും ഒരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി മേടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വിജയം കിട്ടിയത് കൊണ്ട് തന്നെ ക്ലാഷ് ഇൻ ഇറ്റലിയിൽ ബെക്കി ലഞ്ച് ഇത്തവണ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സോൾ റൂക്കയ്ക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മത്സരം കൂടി കൺഫേം ചെയ്യുന്നു. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന ഷോയിൽ നടന്നത് ഒരു നോൺ ടൈറ്റിൽ മത്സരമായിരുന്നു. എന്നാൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ സോൾ റൂക്കയ്ക്ക് ഒരു ഇഞ്ചുറി ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് മത്സരത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയുണ്ടായി. അത് എത്രത്തിലാണ് താരത്തെ ബാധിക്കുക എന്നുള്ളത് ഈ മത്സരത്തിനെ നല്ല രീതിയിൽ ബാധിച്ചേക്കാം. കാരണം സോൾ റൂക്കയുടെ ഇഞ്ചുറി സീരിയസ് ആണെങ്കിൽ ചിലപ്പോൾ സോൾ റൂക്കയ്ക്ക് പകരം മറ്റൊരു റസ്ലറിനെ ആഡ് ചെയ്തേക്കാം. അതല്ല ഇനി സോൾ റൂക്ക തന്നെ മത്സരിക്കുകയാണെങ്കിൽ ഇഞ്ചുറിയുടെ ഒരു സീരിയസ് അനുസരിച്ച് ഈ മത്സരം പെട്ടെന്ന് തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും സോൾ റൂക്ക പരാജയപ്പെട്ടുകൊണ്ട് ബെക്കി ലഞ്ച് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ ബെക്കിയുടെ കൂടെയാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് നിലവിലെ വുമൻസ് ചാമ്പ്യനായ റിയ റിപ്ലി ജേഡ് കാർഗിൽ എന്ന് പറയുന്ന മുൻ ചാമ്പ്യനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന റസൽമേനിയ 42 നടന്ന മത്സരത്തിൻ്റെ ഒരു റീമാച്ചാണ്. ഇപ്രാവശ്യം റിയ റിപ്ലിയാണ് ചാമ്പ്യൻ എന്നുള്ളൊരു പ്രത്യേകതയാണ് ഉള്ളത്. ജെഡ് കാർഗിലിൻ്റെ കൂടെ ബി-ഫാബും മീച്ചും തുടങ്ങിയവരും ഉണ്ടാകും. അപ്പോൾ ഇവരുടെ ഒരു ഇൻ്റർഫിയറൻസ് ഇടപെടലൊക്കെ നമുക്ക് ഈ മത്സരത്തിലും പ്രതീക്ഷിക്കാവുന്നതാണ്. മത്സരത്തിൽ ജെഡ് കാർഗിലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റിയ റിപ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം സമ്മർ സ്ലാമിലായിരിക്കും ഇനി റിയ റിപ്ലി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനൊരു സാധ്യത ഉള്ളത്. അതുവരെ റിയ റിപ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഡിഫൻസുകളായിരിക്കും നടത്താൻ പോകുന്നത്. ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ആദ്യ മണിക്കൂറിൽ നടക്കുന്ന ഒരു മത്സരമായിരിക്കും ഈ ഒരു വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം എന്നുള്ളത് നിലവിൽ കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് മിക്കവാറും ഈ മാച്ച് കാർഡ് ഓർഡർ നോക്കുകയാണെങ്കിൽ രണ്ടാമതായിട്ടായിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ റിയയുടെ കൂടെയാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമതായി നമ്മൾ നോക്കുന്നത് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള മത്സരമാണ്. ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ഒബാഫെമി തമ്മിൽ ഇപ്പോൾ ഇവരുടെ സ്റ്റോറി അനുസരിച്ച് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ മത്സരമാണ്. ആദ്യത്തെ മത്സരത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടിയ ഒരു ബിൽഡപ്പ് ആയിരുന്നു മത്സരത്തിന് വന്നത്. റസൽമേനിയ എന്ന് പറയുന്ന ബിഗസ്റ്റ് സ്റ്റേജിലായിരുന്നു ഈ ഒരു വർഷം ഇവരുടെ മത്സരം നടന്നത്. വെറും 5 മിനിറ്റിന് താഴെ മാത്രമേ ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഒബാഫെമി ബ്രോക്ക് ലെസ്നറിന് മേൽ ഒരു വലിയ ആധിപത്യം നേടിക്കൊണ്ട് വിജയം കരസ്ഥമാക്കുന്നതാണ് റസൽമേനിയ 42 നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷമുള്ള ബ്രോക്കിൻ്റെ ഒരു ഫെയർവെല്ലിന് സമാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗങ്ങൾ അത് ബ്രോക്ക് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമാണ് നടന്നത് എന്നുള്ളതൊക്കെ നമ്മളെ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. എല്ലാ വെബ്സൈറ്റുകളെയും അദ്ദേഹം അങ്ങനെ ഒന്ന് വിശ്വസിപ്പിച്ചു. അദ്ദേഹം മാത്രമല്ല WWE ബ്രോക്ക് റിട്ടയർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടത്. പക്ഷേ 2 ആഴ്ച മുൻപുള്ള റോ എപ്പിസോഡിൽ ബ്രോക്കിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചറിവും ഒബാഫെമിയെ ആക്രമിച്ചതും ഒക്കെ നോക്കുമ്പോൾ ഈ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബ്രോക്കിന് വിജയ സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു തിരിച്ചറിവ് നടത്തി പിന്നെയും ബ്രോക്ക് പരാജയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒബാഫെമിക്കെതിരെയുള്ള സ്റ്റോറി ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. ഒബാഫെമിക്കെതിരെ ഇനിയൊരു 3ാമത്തെ മാച്ച് നടക്കും. അപ്പോൾ റസൽമേനിയയിൽ വിജയിച്ച ഒബാഫെമി ഒരു വിജയവും ക്ലാഷ് ഇൻ ഇറ്റലിയിൽ വിജയിച്ച ബ്രോക്കിന് ഒരു വിജയവും കിട്ടും.
കിട്ടും. അപ്പോൾ മൂന്നാമതായി നടക്കാൻ പോകുന്ന അത് ഏത് പ്രീമിയം ലൈവ് ഇവൻറ്റിലാണെങ്കിലും അതിൽ വിജയിക്കുന്ന റെസ്ലറിന് എതിരാളിക്ക് മേൽ വലിയൊരു ആധിപത്യം കിട്ടാവുന്ന ഒരു മത്സരമായിരിക്കും. അപ്പോൾ അത്തരത്തിലേക്കാണ് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഫാക്ടർ കൂടി ആഡ് ചെയ്യാൻ സാധിക്കുന്നത് ക്ലാഷ് ഇൻ ഇറ്റലി പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബ്രോക്ക് ഒബാഫെമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചതിന് ശേഷവും ഒബാഫെമിയെ ആക്രമിക്കുന്ന മൊമെൻറ്റ്സ് കാണിക്കുന്നു. അങ്ങനെ ഇവരുടെ ഒരു സ്റ്റോറിക്ക് നല്ലൊരു പ്രേക്ഷക ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ ഒരു ഫാക്ടറും കൂടി മിക്കവാറും ട്രിപ്പിൾ എച്ച് ഇവരുടെ സ്റ്റോറിയിലേക്ക് ഈ ക്ലാഷ് ഇൻ ഇറ്റലിയിൽ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രോക്ക് വിജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നമ്മളെല്ലാവരും ആവശ്യത്തോടു കൂടി കാത്തിരിക്കുന്ന മത്സരമാണ്. നിങ്ങളുടെ അഭിപ്രായം ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ മത്സരമായി നമ്മൾ നോക്കുന്നത് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് നിലവിലെ നമ്പർ 1 കണ്ടൻഡറായ ഗുന്തർ എന്ന് പറയുന്ന മുൻ വേൾഡ് ചാമ്പ്യനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നമുക്കറിയാം ഗുന്തറിൻ്റെ കരിയറിലെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജോൺ സിന, AJ സ്റ്റൈൽസ്, ഗോൾബർഗ് പോലെയുള്ള കുറേയധികം ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെയൊക്കെ അവരുടെ റിട്ടയർമെൻറ്റ് മാച്ചിൽ പരാജയപ്പെടുത്തി റെസ്ൽമേനിയയിൽ സെത്ത് റോളിൻസ് എന്ന് പറയുന്ന നിലവിലെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച റെസ്ലറിനെതിരെ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് അങ്ങനെ സ്റ്റോറി ലൈൻ പ്രകാരം വലിയ മൊമെൻറ്റം സൃഷ്ടിച്ചിട്ടാണ് ഈ ക്ലാഷ് ഇൻ ഇറ്റലിയിൽ ഈ കോഡി റോഡ്സിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഗുന്തർ ചലഞ്ച് ചെയ്യുന്നത്. ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തോട് കൂടിയിട്ടായിരിക്കും ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭം കുറിക്കാൻ പോകുന്നത്. അത് റോ എപ്പിസോഡിൽ മൈക്കിൾ കോള് കൺഫേം ചെയ്തതാണ്. അപ്പോൾ ആദ്യ മണിക്കൂറിൽ നടക്കുന്ന 2 മത്സരങ്ങൾ ഏതാണെന്നുള്ളത് ഇപ്പോൾ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കോഡി റോഡ്സ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചാണ്. കോഡി റോഡ്സിൻ്റെ കൈവശമുള്ള ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഈ ഒരു ഇവൻറ്റിൽ വെച്ച് പരാജയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഗുന്തറിന് നല്ലൊരു പ്രകടനം ഉണ്ടായിരിക്കും. പക്ഷേ ഗുന്തർ വിജയിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. കോഡി റോഡ്സ് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ഗുന്തർ ഒരു യൂറോപ്പിൽ നിന്ന് വരുന്ന റെസ്ലറാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഗുന്തറിൻ്റെ ആ ഒരു യൂറോപ്പിൻ്റെ ഒരു നാഷണാലിറ്റി ഉണ്ടെങ്കിൽ പോലും കോഡി റോഡ്സ് എന്ന് പറയുന്ന പോസ്റ്റർ ബോയ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റിസൾട്ട്. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ കോഡിയുടെ കൂടെയാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാഷ് ഇൻ ഇറ്റലി എന്ന ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻ്റായിട്ട് നടക്കാൻ പോകുന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ കസിൻ കൂടിയായ ജേക്കബ് ഫാറ്റു എന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതൊരു ട്രൈബൽ കോമ്പാക്റ്റ് മത്സരമാണ്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല ഡിഫെൻഡ് ചെയ്യപ്പെടുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലർ ട്രൈബൽ ചീഫ് എന്നായിരിക്കും പിന്നീട് അങ്ങോട്ട് അറിയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ആ ഒരു ഹെഡ്ലൈന് റോമൻ റെയിൻസിൻ്റെ കൂടെയാണ് ഉള്ളത്. ഇനി റോമൻ റെയിൻസ് വിജയിച്ചാൽ ഒന്നെങ്കിൽ ജേക്കബ് ഫാറ്റു ഈ ബ്രാൻഡിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, അത് കുറച്ച് നാൾക്കെങ്കിലും, അല്ലെങ്കിൽ റോമൻ റെയിൻസിനെ അംഗീകരിച്ചുകൊണ്ട് എക്നോളജി ചെയ്തുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ കൂടെ ഊസോസിൻ്റെ ഒപ്പം ജേക്കബ് ഫാറ്റു ഇവരുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം. റോമൻ റെയിൻസിന് എതിരെ ഇനി നിൽക്കാൻ പാടില്ല. ഇനി ജേക്കബ് ഫാറ്റു ആണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ട്രൈബൽ ചീഫ് പൊസിഷൻ കിട്ടും, വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടം കിട്ടും. കൂടാതെ റോമൻ റെയിൻസ് ഈ ഒരു ഇവൻറ്റിലോ ഇത് കഴിഞ്ഞു വരുന്ന റോ എപ്പിസോഡിലോ ജേക്കബ് ഫാറ്റുവിനെ ട്രൈബൽ ചീഫായിട്ട് എക്നോളജി ചെയ്യുന്ന ആ ഒരു ഭാഗവും കൂടി കിട്ടും. അത് വലിയ അംഗീകാരമായിരിക്കും. പക്ഷേ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരങ്ങളുടെ ഒരു ഹിസ്റ്ററി നമുക്ക് അറിയാം. ഇത് 3ാമത്തെ മത്സരമാണ് നടക്കുന്നത്. മുൻപ് നടന്ന 2 മത്സരങ്ങളിലും റോമൻ റെയിൻസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. റോമൻ റെയിൻസിന് തന്നെയാണ് വിജയം. റോമൻ റെയിൻസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ഒരു മത്സരമാണെന്ന് നമുക്ക് ഈ ട്രൈബൽ കോമ്പാക്റ്റിനെ ചുരുക്കി പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തവണയും റോമൻ റെയിൻസ് തന്നെ വിജയിച്ച് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ കഴിഞ്ഞ തവണ ബാക്ക്ലാഷിലേതുപോലെ ആയിരിക്കില്ല റോമൻ റെയിൻസിന്. കുറച്ചും കൂടി കഠിനമായിട്ടുള്ള ഒരു മത്സരം ഇവിടെ ജേക്കബ് ഫാറ്റുവിനെതിരെ കളിക്കേണ്ടി വരും. കാരണം ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഹാർഡ് കോർ ലെവൽ, അത്തരത്തിലുള്ളൊരു മത്സരമാണ്. എങ്ങനെ വേണമെങ്കിലും ഈ ഒരു മത്സരത്തെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനൊരു റൂൾസ് ഇല്ല, ഡിസ്ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഈ ഒരു മത്സരത്തിൽ പിൻഫോളിലൂടെയും സബ്മിഷനിലൂടെയും മാത്രമേ മത്സരം അവസാനിക്കുകയുള്ളൂ. റഫറിക്ക് പോലും മത്സരം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു റൂൾ കൂടി ട്രൈബൽ കോമ്പാക്റ്റിനുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു മത്സരം മെയിൻ ഇവൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. റോമൻ റെയിൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷയും പ്രഡിക്ഷനും. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ മെയ് 31 ഞായറാഴ്ച രാത്രി 11:30 മുതലാണ് നമുക്ക് ഷോ ലൈവ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 3.5 മണിക്കൂറെങ്കിലും ഈ ഒരു ഷോ ഉണ്ടായേക്കും. അതായത് ഒരു 2 മണി വരെയൊക്കെ ഈ ഷോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറക്കരുത്, നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ നെറ്റ്ഫ്ലിക്സ് അല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.